ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണും, യജമാനൻ്റെ ഗുരുവിൻ്റെ വിലപ്പെട്ട സമയം ഇങ്ങനത്തെയുള്ള പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ വലിയ പ്രാധാന്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി പാഴാക്കേണ്ടതല്ല. ഇവിടെ മറ്റു പല പ്രാധാന്യമുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. സ്കോപ്പ് ഓഫ് ഇവാഞ്ചലിസം അത് നമ്മൾ ആരെയും എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ശിശുവിനെ പോലെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കളിയായിട്ട് കാണുന്ന അല്ലെങ്കിൽ കുട്ടിത്തം വിട്ടുമാറാത്തെന്നൊക്കെ പറയുന്ന പോലെ ഒരു നിലയിലല്ല പറയുന്നത്. മറിച്ച് ശിശു സമാനമായ ആദ്യമായി കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത് പോലെയുള്ള ഒരു ആർദ്രതയും ആ സ്നേഹവും ആ ഒരു ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു റിസപ്ഷനും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗോസ്പൽ കമ്മ്യൂണിറ്റിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില വാക്യങ്ങളുടെ ശരിയായ അർത്ഥം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് നമ്മൾ ഈ സീരീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ ഈ പാസേജ് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്ന വാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിശുക്കൾക്ക് ദൈവരാജ്യത്തിൽ മുൻഗണനയുണ്ട് എന്ന നിലയിലാണോ? എന്താണ് ആ പാസേജ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ വാക്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പല ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടെ ഉണ്ടാകും. സോ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: ആരായിരിക്കും ഈ ശിശുക്കളെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നത്? എന്തിനായിരിക്കാം യേശുവിനെ അരികിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനുള്ള റീസൺ? എന്തെങ്കിലും റീസൺ ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും. ഈ പാസേജിൽ നമുക്ക് ആരാണ് കൊണ്ടുവന്നത്, എന്ത് റീസൺ കൊണ്ടാണ് യേശുവിൻ്റെ അരികിലേക്ക് ഇവരെ കൊണ്ടുവന്നതെന്നൊന്ന് ക്ലാരിറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ ശിശുക്കളെ കൊണ്ടുവന്ന ഈ ഒരു സംഭവം നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ കൂടാതെ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലും അതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളെ, ശിശുക്കളെ എന്ന് തന്നെയാണ് മലയാള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ആണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. സാധ്യത അവരുടെ മാതാപിതാക്കൾ തന്നെ ആയിരിക്കാം, അമ്മമാരായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. കാരണം നമ്മൾ സാഹചര്യങ്ങൾ, ആ പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അന്ന് ഈ റബിമാരുടെ അടുക്കൽ അനുഗ്രഹത്തിനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന അമ്മമാർ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളെ ഗുരു കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവിടെ നമ്മൾ അവരെ അണച്ചു, അവനെ അനുഗ്രഹിച്ചു എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവരെ കൈവച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ അവർ യേശുവിൻ്റെ അനുഗ്രഹം, ഒരു റബി എന്ന നിലയിൽ യേശു അവരെ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവരുടെ മാതാപിതാക്കൾ, ഒരുപക്ഷെ അമ്മമാരായിരിക്കാം, യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനിടയായത്. ഓക്കെ. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഈ പാസ്റ്റർമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, അല്ലെങ്കിൽ എൽഡേഴ്സിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ശരി, തീർച്ചയായിട്ടും ആ ഒരു രീതിയിലായിരിക്കാം രവിമാരെ കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നാം കാണുന്ന യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണല്ലോ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവന്നത്. സോ ഇങ്ങനെ യേശുവിൻ്റെ അരികിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളവിടെ പലരുടെയും റെസ്പോൺസസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ചെക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ശിഷ്യന്മാർ ഇതിനെ റിയാക്ട് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ശിഷ്യന്മാർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിന് യേശു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ പാസേജിലൂടെ നാം പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം അങ്ങനെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നില്ല. അവർ 3 സുവിശേഷങ്ങളിലും പറയുന്നത് അവരെ വിലക്കിയെന്നാണ്. ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടു ചെല്ലാതെ യേശുവിനെ തടഞ്ഞു എന്നാണ്. ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണും, യജമാനൻ്റെ ഗുരുവിൻ്റെ വിലപ്പെട്ട സമയം ഇങ്ങനത്തെയുള്ള പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ വലിയ പ്രാധാന്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി പാഴാക്കേണ്ടതല്ല. ഇവിടെ മറ്റു പല പ്രാധാന്യമുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു അലക്ഷ്യമാകരുത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകരുത് എന്ന നിലയിലായിരിക്കാം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വിലക്കിയത്. എന്നാൽ യേശുവിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നത് 3 സുവിശേഷങ്ങളിലെ ഭാഗങ്ങൾ നമ്മൾ വെച്ച് വായിക്കുമ്പോൾ കാണുന്നത് യേശു അതിൽ മുഷിഞ്ഞു എന്നാണ്. യേശു അതിൽ മുഷിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ അടുക്കൽ വരുവാനായിട്ട് വിളിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ തന്നെ ഈ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ
സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്നൊരു ചർച്ച അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലും യേശു ഒരു ശിശുവിനെ എടുത്ത് മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം, അവരെ വീണ്ടും പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നതിലായിരിക്കാം ഒരുപക്ഷെ യേശു മുഷിഞ്ഞത്. അപ്പോൾ നമ്മളവിടെ കാണുന്നത് ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിൽ വിലക്കുന്നു, എന്നാൽ യേശു കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വരുന്നു. അങ്ങനെ ഏതെങ്കിലും നിലയിലൊരു അവഗണനയോ അല്ലെങ്കിൽ ശിശുക്കളെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതല്ല, എൻ്റെ സമയം അവർക്കൂടെ വേണ്ടിയുള്ളതാണെന്ന് യേശു തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുകയായിരുന്നു. യേശു അവരെ അവൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. നമ്മളും യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അതുകൂടെ യേശു തൻ്റെ പ്രവൃത്തിയിലൂടെ അവിടെ വെളിവാക്കുകയായിരുന്നു. അതായത് സ്കോപ്പ് ഓഫ് ഇവാഞ്ചലിസം, അത് നമ്മൾ ആരെയും എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറാതെ അവരെയും ഇൻക്ലൂഡഡ് ആയിട്ട് സുവിശേഷം എന്നുള്ളത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് യേശു തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കാൻ തക്കവേണ്ടിയായിരുന്നു. ശരി, അതിനകത്ത് അവസാനത്തിലൊരു വാക്യം യേശു പറയുന്ന ആ റെസ്പോൺസിനകത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വേർഡിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രേസ് യേശു അവിടെ ആഡ് ചെയ്യാൻ തക്കവേണ്ടിയായി തീർന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ ശിഷ്യന്മാരെ കുറിച്ച് കാണുന്നത് ആക്ച്വലി അവര് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരങ്ങൾ തേടുന്നതിന് പകരം അവരുടെ പദവികളും അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ളൊരു തർക്കവും മത്സരമൊക്കെ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ശിശുക്കളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യേശു ശിശുക്കളെ തൻ്റെ അടുക്കൽ അണച്ചുകൊണ്ട് പറയുക, ഇങ്ങനെ ആശ്രയബോധമുള്ള, ഏൽപ്പിച്ചു തരുന്ന, സിൻസിയർ ആയിട്ടുള്ള, വളരെ താഴ്മയോടുകൂടെ മനസ്സിൻ്റെ ശുദ്ധിയോടുകൂടെ അടുത്തു വരുന്നവരെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ അവരെയാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് അവതരിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ അവിടെ സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ ശിശുക്കളെ പോലെ ബലഹീനരായ, ആശ്രയബോധമുള്ള, താഴ്മയുള്ള, ടീച്ചബിളായിട്ടുള്ള ആ ഒരു നിലവാരത്തിലാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരായിരിക്കേണ്ടത്. ഒരിക്കലും അവരുടെ സ്വന്തം കപ്പാസിറ്റിയിൽ, സ്വന്തം പ്രാപ്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ ഞാൻ എന്തായി തീരുമെന്ന ഒരു ചിന്തയോടുകൂടെ വരുന്നവരായിരിക്കത്തില്ല. മറിച്ച് ശിശുവിനെ പോലെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിശുവിനെ പോലെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കളിയായിട്ട് കാണുന്ന അല്ലെങ്കിൽ കുട്ടിത്തം വിട്ടുമാറാത്തെന്നൊക്കെ പറയുന്ന പോലെ ഒരു നിലയിലല്ല പറയുന്നത്. മറിച്ച് ശിശു സമാനമായ ഒരു ശിശു അമ്മയുടെ കരങ്ങളിൽ അല്ലെങ്കിൽ അവനെ അനുഗ്രഹിക്കുന്നവൻ്റെ കരങ്ങളിൽ എങ്ങനെയാണോ താഴ്മയോടുകൂടെ ആ സ്നേഹം സ്വീകരിക്കാൻ മാത്രം, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം സ്വീകരിക്കാൻ മാത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അതുപോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാകണം ഒരു ശിഷ്യൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അങ്ങനെ ഒരു സമർപ്പണം, ഒരു താഴ്മയുള്ളവനായിരിക്കണമെന്നാണ് യേശു അതിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്തൊരു വ്യത്യാസം, നമ്മൾ ആസ് വി ഗ്രോ നമ്മുടെ ഹൃദയകാഠിന്യവും അതൊക്കെ ഉണ്ടാകുന്നൊരു സമയമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും യേശു പറയുന്നത് ആ ഹൃദയകാഠിന്യമൊക്കെ മാറ്റി ഈ കുഞ്ഞ് കർത്താവിനെ റിസീവ് ചെയ്തതുപോലെ ആ സ്നേഹവും പരിപാലനവും റിസീവ് ചെയ്യുന്നത് പോലെയുള്ളൊരു മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിലും നിറയ്ക്കപ്പെടണം എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ് തീർച്ചയായിട്ടും ഈ വാക്യത്തിൽ നാം കാണുന്നത്. നമുക്ക് ഇതേ റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വേഴ്സസ് നമുക്ക് കണക്ട് ചെയ്ത് ഇതൊന്നുകൂടെ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ആകമാനമായിട്ട് ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് കാണുന്ന ഏറ്റവും അൾട്ടിമേറ്റ് മെസ്സേജ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അതെ, നമ്മൾ ആ 18-ാം അധ്യായത്തിൽ കണ്ടതുപോലെ യേശു ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരോട് അതിന് മുമ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക, ഈ ശിശുവിനെ പോലെ ആശ്രയബോധമുള്ളവരായി, തന്നെത്താൻ താഴ്ത്തുന്നവരായി, ഒന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തവരായി, നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ ഹൃദയകാഠിന്യമില്ലാതെ നുറുക്കത്തോടുകൂടെ അല്ലെങ്കിൽ താഴ്മയോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. നമുക്ക് ആ വാക്യം 18-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യവും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ഈ ഭാഗത്തു നിന്ന് യേശുവിൻ്റെ ഒരു സന്ദേശം, അല്ലെങ്കിൽ യേശു നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശിശുക്കൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ അങ്ങനെ പ്രത്യേകമായ പരിഗണനയോ അവഗണനയോ ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരു മതസമൂഹത്തിൽ പ്രത്യേകിച്ചും മുതിർന്നവർക്കായിരിക്കും ഒരു പരിഗണന ഉള്ളത്. എന്നാൽ യേശു ശിശുക്കളെയും പരിഗണിക്കുന്നു, യേശു ശിശുക്കളെയും അണയ്ക്കുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് ശിശുക്കളെ അയക്കാൻ അല്ലെങ്കിൽ ശിശുക്കളുടെ
ശിശുക്കളിലേക്ക് യേശുവിൻ്റെ സന്ദേശം എത്തിക്കാനായിട്ട് നമ്മളൊരു മടി വിചാരിക്കുകയോ ഉപേക്ഷ വിചാരിക്കുകയോ ചെയ്യരുത്. ആ സമയം അല്ലെങ്കിൽ ആ പ്രായം എന്ന് പറയുന്നത് ഏറ്റവും അധികം റിസപ്റ്റീവായിട്ട് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമയം തന്നെയാണ്. എന്നാൽ രക്ഷയെ സംബന്ധിച്ചിടത്തോളം യേശു പറയുന്നൊരു കാര്യം, ഏത് പ്രായക്കാരനും ശിശു സമാനമായ ഒരു ആശ്രയബോധത്തോടുകൂടെ, ശിശു സമാനമായ ഒരു താഴ്മയോടുകൂടെ ദൈവത്തിലേക്ക് തിരികുകയാണെങ്കിൽ അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നതെന്നാണ് ഈ ഭാഗത്തു നിന്ന് ഉള്ള സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതെ, തീർച്ചയായിട്ടും നാം യേശുവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഹൃദയം ചേഞ്ച്ഡ് ആകണം. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ വായിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ചു, നമ്മുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ ചെയ്തു. സോ പിന്നെയും നമ്മൾ ഹൃദയകാഠിന്യത്തിലേക്ക് പോകാതെ, അല്ലെങ്കിൽ നിഗളം നമ്മുടെ ഉള്ളിൽ വരാതെ, ഞാനെല്ലാമായി എന്നുള്ള ബോധം വരാതെ, അന്ത്യത്തോളം ഈ ഒരു ശിശു സമാനമായിട്ടുള്ള ദൈവാശ്രയവും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായിട്ടും ആത്മീയ പക്വത നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അനുദിനം ക്രിസ്തു എന്ന തലയോളം വളരുന്ന ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പക്ഷെ അതോടൊപ്പം തന്നെ നാം ആദ്യമായി കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത് പോലെയുള്ള ഒരു ആർദ്രതയും ആ സ്നേഹവും ആ ഒരു ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു റിസപ്ഷനും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും കർത്താവിനെ അനുദിനം ടേസ്റ്റ് ചെയ്യുന്നത്, പുതിയതായി ടേസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള രീതിയിൽ കുഞ്ഞിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടെ ആത്മീയ ജീവിതത്തെ നാം കണ്ടുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഈ ഒരു മെൻറ്റാലിറ്റിയോടെ, പക്വതയോടും പാകതയോടും ക്രിസ്ത്യൻ മെച്യൂരിറ്റിയോടും, അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ ശിശുക്കളെ പോലെയുള്ള ആ റിസപ്ഷനോട് മുന്നേറാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.